ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ഫുട്ബോൾ ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടിയെ അവർ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെയായിരുന്നു CBFന്റെ പ്രസിഡന്റായ എഡ്നാർഡോ റോഡ്രിഗസുമായി ബന്ധപ്പെട്ട ഒരു കേസ് കോടതിയിൽ തുടർന്നിരുന്നത്. അതായത് ഇല്ലീഗലായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം CBFനകത്ത് ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിലായിരുന്നു കേസ് നടന്നിരുന്നത്. അതിലെ വിധി കഴിഞ്ഞ ദിവസം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. എഡ്നാൾഡോ റോഡ്രിഗസിന് തന്റെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. കോടതി അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ബ്രസീലിയൻ ഫുട്ബോൾ ലോകം വളരെ ഞെട്ടലോട് കൂടിയാണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത്. കാരണം ദിവസങ്ങൾക്ക് മുൻപ് ഇതേ എഡ്നാൾഡോ റോഡ്രിഗസ് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടിയെ പരിശീലകനായി കൊണ്ടുവന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് തന്റെ സ്ഥാനം നഷ്ടമായി എന്നുള്ളതാണ്. ഇത് ആഞ്ചലോട്ടിയെ ബാധിക്കുമോ? അതാണ് ബ്രസീലിയൻ ആരാധകർക്ക് അറിയേണ്ടത്. ബാധിക്കില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിന്റെ കാര്യത്തിൽ ആഞ്ചലോട്ടി ജാഗരൂകനാണ്. പക്ഷെ അദ്ദേഹത്തിന് ആശങ്കകൾ ഒന്നുമില്ല. CBF അദ്ദേഹത്തെ നിലനിർത്തും എന്ന് തന്നെയാണ് ആഞ്ചലോട്ടി വിശ്വസിക്കുന്നത്. മാത്രമല്ല CBFന്റെ താൽക്കാലിക പ്രസിഡന്റ് ആയിക്കൊണ്ട് ഇപ്പോൾ ഫെർണാണ്ടോ സർണി ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട്. അതായത് ഇതൊന്നും കാർലോ ആഞ്ചലോട്ടിയെ ബാധിക്കില്ല. ബ്രസീലിന്റെ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി തന്നെ തുടരും എന്നാണ് ഫെർണാണ്ടോ സാർണി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഉടൻ തന്നെ പുതിയ തിരഞ്ഞെടുപ്പ് അഥവാ ഇലക്ഷൻ നടത്തുമെന്നും ഇദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ബ്രസീലിന്റെ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി തന്നെയായിരിക്കും. CBFന് അധികം വൈകാതെ ഒരു പുതിയ പ്രസിഡന്റിനെ ലഭിക്കുകയും ചെയ്യും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.